ഇന്നും ഞാനൊരു അറബിക് ഡിഷാണ്, ഒരു അറബിക് സാലഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ പേര് ബേബി എഗ് പ്ലാന്റ് വിത്ത് റൈസിൻസ് ആൻഡ് നട്ട്സ്. അതൊരു സാലഡാണ്, പക്ഷേ അത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാവുന്ന ഒരു സാലഡാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ ചെറിയ വഴുതനങ്ങ രണ്ടായിട്ട് മുറിച്ച് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 250 ഗ്രാം. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പെപ്പർ, 2 ടേബിൾ സ്പൂൺ റേസിൻസ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ക്ലൗസ്, 1 ടേബിൾ സ്പൂൺ ബാൾസ്മിക് വിനീഗർ, 2 ടേബിൾ സ്പൂൺ പൈൻ നട്ട്സ്, ഒരു നാരങ്ങയുടെ നീരും അതിൻ്റെ ആ തൊണ്ടൊന്ന് ഗ്രേറ്റ് ചെയ്തത്, നാരങ്ങയുടെ യെല്ലോ ഭാഗം മാത്രം ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒലിവ് ഓയിൽ 1/2 കപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. ഇത് ഒരു മിഡിൽ ഈസ്റ്റിൽ ലെബനീസ്, ടർക്കി, ഗൾഫ് കൺട്രീസ്, GCC കൺട്രീസിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു സാലഡാണ്. ഇതൊരു വെറൈറ്റി സാലഡാണ്. അപ്പോൾ ഇത് വെറൈറ്റി ഫുഡ് ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സാലഡാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്, ഇതിൻ്റെ കുക്കിംഗ് അധികമൊന്നുമില്ല. നമുക്ക് ഈ ബ്രിഞ്ചോൾ അല്ലെങ്കിൽ എഗ് പ്ലാന്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ മാത്രം മതി. ബാക്കി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ മാരിനേറ്റായിട്ട് ഒഴിച്ച് വെച്ചിട്ട് അത് ചൂടോടെ ആ ഗ്രില്ല് ചെയ്ത എഗ് പ്ലാന്റിൻ്റെ മുകളിലോട്ട് മാരിനേഷൻ ഒഴിച്ച് വെക്കണം. ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് തണുപ്പിച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാനത് ഗ്രില്ല് ചെയ്യുന്നതെന്നും മിക്സ് ചെയ്യുന്നതെന്നും നിങ്ങളുമായിട്ടൊന്നിപ്പോൾ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ വഴുതനങ്ങ ബേബി എഗ് പ്ലാന്റ് സാലഡ് ഉണ്ടാക്കിയാലും. ഞാനപ്പോൾ അതിന് പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി. ഇതിനകത്തോട്ട് നമുക്ക് വഴുതനങ്ങ ഇട്ടിട്ട് അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. 2 സൈഡും നല്ല ബ്രൗൺ ആയിട്ട് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിൻ്റെ തണ്ടോട് കൂടി തന്നെ വേണം വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ആ തണ്ടും കൂടെ അതിനകത്ത് വരുന്നത്. ഇതിന് വേറെ കുക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിതിന് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് ഈ വഴുതനങ്ങയൊന്നും പിടിക്കാനായിട്ട് കുറച്ച് ഉപ്പ്, പിന്നെ മാരിനേഷന് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കും. ഇതിപ്പം വഴുതനങ്ങയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് 2 സൈഡും ഒന്ന് ബ്രൗൺ ആയാൽ മാത്രം പോരാ, നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത്, അതായത് വേവണം. വഴുതനങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല, നല്ല 2 സൈഡും നല്ല ബ്രൗൺ ആവും. അതിൽ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബാൾസ്മിക് വിനീഗർ നിങ്ങൾക്കത് കാണാം. അതായത് ബാൾസ്മിക് വിനീഗർ, റേസിൻസ്, പൈൻ നട്ട്സ്, പെപ്പർ, നാരങ്ങാനീര്, ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കൂട്ടം പറയാൻ മറന്നുപോയി. അതായത് ബേ ലീവ്സും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ബേ ലീവ്സും കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ വഴുതനങ്ങ ഒന്ന് കുക്കായി കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടോടുകൂടി തന്നെ ഈ പാത്രത്തിലോട്ട് നമുക്ക് ഈ മാരിനേഷൻ ഒന്ന് ആഡ് ചെയ്ത് വെക്കണം. സോക്കി, അപ്പോൾ അതിനകത്ത് എല്ലാ മാരിനേഷൻ എല്ലാം പിടിച്ച് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആവും ഈ കുക്ക്ഡ് വഴുതനങ്ങ. അത് നമുക്ക് പിറ്റേ ദിവസമാണ് ഇത് കഴിക്കാൻ ഏറ്റവും നല്ലത്. ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വഴുതനങ്ങയൊക്കെ നല്ലതായിട്ട് 2 സൈഡും ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്, അതായത് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ അടുപ്പൊന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ആ മിക്സ് ചെയ്ത് വെച്ച ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇത് ചൂടോടെ തന്നെ ആയിരിക്കണം അതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിക്കുക. ഇത് ഒഴിച്ചിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഇങ്ങനെ തന്നെ ഇതിനകത്ത് കിടക്കണം. ആ മാരിനേഷനിൽ കിടന്ന് ഈ വഴുതനങ്ങയിൽ അതെല്ലാം ഒന്ന് പിടിച്ച് പിറ്റേ ദിവസം അത് ആറി കഴിയുമ്പോൾ നമ്മൾ തണുത്തതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. പിറ്റേ ദിവസം നമുക്കിത് യൂസ് ചെയ്യാം. ഒരു നല്ലൊരു സാലഡാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ.